ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 40ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സ്നിഫറിൻ്റെ എഗ്ഗ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ഒരു ഏരിയ കണ്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ മോണിമെൻ്റിൻ്റെ അടുത്തായിട്ട് നമുക്ക് ആ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇനി കളക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കണം. നമ്മളൊരു ബ്രഷ് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ എഗ്ഗ് കളക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതിന് കോപ്പറും സ്റ്റിക്കും ഫെദറാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ ബ്രഷ് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലായിടത്തും അങ്ങനെ അടിച്ചുവരി നടക്കാൻ പറ്റും. ഇതുപോലെ അങ്ങനെ അടിച്ചു വരാൻ പറ്റും. കയ്യിന് ചെറിയ ആനിമേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാൻ. ഇത് എപ്പോഴാണ് ക്രാഫ്റ്റ് ചെയ്യണത്. ഇനി നമ്മുടെ സ്ഥലത്ത് എവിടെയെങ്കിലും പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങനെ ക്ലീൻ ആക്കാം. നമ്മുടെ മോവ് ഫാമിനൊക്കെ പൊടി വന്നിട്ടുണ്ട്. കുറേ കാലയിൽ ബിൽഡ് ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് അടിച്ചു വരാം. നമ്മളത് 2 ബ്രഷ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും 2 യൂസ് ആകുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് ബ്രേക്ക് ആവും. അതുകൊണ്ട് നമുക്ക് 2 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യത്തെ ഐറ്റംസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കട്ടെ. നമുക്ക് അവിടുന്ന് കുറേ സംഭവങ്ങൾ കിട്ടും. അത് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട നമുക്ക് മോണിമെൻറ്റിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ ആയിട്ടാണ് ഇത് സ്പോൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ മോണിമെൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കിത് സ്പോൺ ആയിട്ടുള്ളത്. നമുക്ക് ഇതുപോലത്തെ സ്ട്രക്ചർ കാണുന്നിടത്താണ് ഇത് സ്പോൺ ആവുക. അപ്പോൾ നമുക്കിത് ഒന്ന് മൈൻ ചെയ്തെടുക്കാം. നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വീറ്റാണ് തോന്നുന്നുണ്ട്. എന്തായാലും അതൊന്ന് കളക്ട് ചെയ്ത് നോക്കാം. പക്ഷേ ഇത് പുറത്തേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. നമുക്കിങ്ങനെ ഇത് കുറച്ച് നേരം ഇവിടെ നിന്ന് അടിച്ചു വരണം. നമുക്ക് വീറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് പൊട്ടിച്ച് മാറ്റാം. ഇനി ഇതിമൊന്നും കിട്ടൂല. ഇതിലും വീറ്റ് തന്നെയാണ് ഉള്ളത്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇത് പോവും. നമ്മൾ പിന്നെയും മൈൻ ചെയ്യുമ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരേ ഐറ്റം തന്നെ കിട്ടുള്ളൂ. വ്യത്യാസം വരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഗ്രാവലിൽ നിന്നൊക്കെ ഞാൻ ഉള്ളത് ഒന്ന് കളക്ട് ചെയ്യട്ടെ. നമുക്കിതുപോലെ ബ്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിന് പോർട്ടൽ ഷാഡ് കിട്ടും. നമുക്കിത് കുറച്ചധികം തന്നെ നമുക്ക് കളക്ട് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഇതും അതിൻ്റെ കൂടെ തന്നെ കളക്ട് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും റയറായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് വേറെ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ നമുക്ക് അതുപോലെ തന്നെ ട്രിമ്മും അതുപോലെ തന്നെ സ്നിഫറിൻ്റെ എഗ്ഗൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് അടുത്തൊരു സ്ട്രക്ചർ നമുക്ക് നോക്കി പോവാം. നമുക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി ഫുഡും അതുപോലെ തന്നെ റോക്കറ്റ് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ റോക്കറ്റും സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണം. എന്നാലാണ് നമുക്ക് നല്ല ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് അധികം ദൂരം പോകേണ്ടി വരും. ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളതിനെ ഫയർ വർക്ക് റോക്കറ്റ് കുറച്ച് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്ര നമുക്ക് ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പുതിയൊരു സ്ട്രക്ചർ നോക്കിയിട്ട് പോവാം. അപ്പോൾ നിങ്ങളെ അവിടെ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് പുതിയൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം ദൂരമൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമോ നോക്കാം. നമുക്ക് സ്നിഫറിൻ്റെ എഗ്ഗ് ഒരെണ്ണം കിട്ടിയാൽ മതി. നമുക്ക് ആ ഒരെണ്ണം കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്കിതിൻ്റെ മേലെ ഒന്നും സ്പോൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇതെന്ത് ബ്ലോക്കാണ് കിട്ടി? ടെറാക്കോട്ടയാണ് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അങ്ങനെ നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഏരിയയിൽ ഒരു വില്ലേജ് ഞാൻ കണ്ടിരുന്നു വരുമ്പോൾ. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങി നീച്ചതിൻ്റെ ശേഷം നമുക്ക് അവിടെ പോയി കണ്ട് ബാക്കി പണി നോക്കാം. അപ്പം ഞാൻ കളക്ട് ചെയ്യുന്ന വീഡിയോ മാത്രമാക്കിയിട്ട് നേരത്തെ പോലെ തന്നെ ചെയ്യാം. നമ്മളിത് മൈൻ ചെയ്ത് പോകും തോറും താഴത്തേക്ക് നല്ല ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് വില്ലേജിൽ പോയിട്ട് ഒരു ടോർച്ച് എടുത്തുകൊണ്ടുവരാം. നമ്മൾ ടോർച്ച് എടുത്തുകൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല രീതിക്ക് വെട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടാലും കണ്ടില്ല നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറേ ഇത് പൊട്ടിച്ച് അറിയാതെ നമ്മൾ കൈയ്യട്ടി ഇങ്ങനെ പൊട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ ഏരിയ ഫുള്ള് മൈൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം മാത്രം കിട്ടിയിട്ടില്ല. നമുക്ക് കുറേ ക്യാൻഡിലും അതുപോലെ തന്നെ ഗ്ലാസ് പെയിനൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അതെന്തായാലും നമുക്ക് പ്രത്യേകിച്ച് യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണത്. പിന്നെ നമുക്ക് കുറച്ച് പോർട്ടൽ ഷാഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയ നോക്കി പോവാം. ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്കതിന് അടുത്ത ഏരിയ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം കുറച്ച് ബ്ലോക്ക് നമുക്ക് പോരേണ്ടി വന്നിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പറ്റണത്ര നമുക്ക് കളക്ട് ചെയ്യാം. നമുക്കിതുപോലെ ചപ്പും ചവറൊക്കെയാണ് നമുക്ക് കിട്ടണത്. നമുക്ക് നല്ല ഐറ്റംസൊന്നും കിട്ടണില്ല. നമുക്കങ്ങനെ കുറേ ടൈമിന് ശേഷം നമുക്കൊരു ട്രിമ്മ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഒരു ആവശ്യത്തിനുള്ള സാധനം ഇപ്പോഴാണ് കിട്ടിയത്. ഇതുവരെ നമുക്ക് ഒരുപാട് ഗ്ലാസ് പെയിനും അതുപോലെ തന്നെ ക്യാൻഡിലൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴാണ് നമുക്കൊരു ട്രിമ്മെങ്കിലും കിട്ടിയിട്ടുള്ളത്.
ഇതെന്തായാലും നമുക്ക് യൂസ് ആവും. ഇത് നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് പിന്നെ ഒരു ട്രിം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയത് അതേ ട്രിം തന്നെയാണ്. എന്തായാലും നമുക്ക് എടുത്ത് വെക്കാം. നമ്മൾ ഫസ്റ്റത്തെ ബ്രഷ് അങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷും കൂടി നമ്മളെ കൈക്കുണ്ട്, ഇതും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ നേരമായി നമ്മൾ മെയിൻ ചെയ്തുകൊണ്ട് നിൽക്കണേ, പക്ഷെ നമുക്ക് ഉപയോഗമുള്ള പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ടല്ലേ, ലീഡും അതുപോലെ തന്നെ സ്ട്രിങ്ങൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്ത് നമ്മൾ തന്നെ കംപ്ലീറ്റ് മൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോഴും നമുക്ക് എഗ്ഗ് കിട്ടിയിട്ടില്ല. ഈ ഭാഗത്ത് കുറേ നമ്മൾ മൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഭാഗത്തൊരു റൂമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തൊരു റൂമുണ്ട്, അങ്ങനെ കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എഗ്ഗ് മാത്രം കിട്ടിയിട്ടില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത ഏരിയ നോക്കി പോവാം. നമ്മളിത് മുന്നേ വന്ന ഏരിയയിൽ നിന്ന് നമ്മൾ ഫോക്സിനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അവന്മാരിപ്പോഴും നമ്മളെ ബോട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവന്മാർ നീന്തുമോ? വെള്ളത്തിലിറങ്ങിയിരിക്കണേ. മീനവിടെ കൊന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ വായിലൊരു മീൻ ഇരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. നീന്തണ അനിമേഷനൊന്നും കാണാനില്ല, പക്ഷേ അവൻ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും അവൻ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പുതിയ ഏരിയ നോക്കി പോവാം. നമുക്ക് പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കി വെക്കാം. നമ്മുടെ ഇൻവെൻറ്ററിൽ കുറേ ചവറും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒഴിവാക്കാം. നമുക്ക് ലാവയൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഡീസ്പോണായി പോയിക്കോളും. അങ്ങനെ നമ്മൾ ഇൻവെൻറ്ററൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ കാട്ടുതീ വന്നാ? ഇത്രയും ഐറ്റംസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് 2 ട്രിമ്മേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇത്രയും പോർട്ടൽ ചാർട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് കളക്ട് ചെയ്യണം അതിൻ്റെ കൂടെ. ഓ, ഇതിന് കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഫുൾ ബ്ലാക്ക്. അവിടെയും കാട്ടുതീ വന്നിട്ടുണ്ട്. ഇവൻ നമുക്ക് പിന്നെ വന്നിട്ട് ടൈം ചെയ്ത് കൊണ്ടുപോകണം. ഇതാ ഇവിടെ ഒരുത്തനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത ഏരിയ നോക്കി പോവാം. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ സ്നിഫറിൻ്റെ എഗ്ഗ് കളക്ട് ചെയ്യാൻ പോയതാ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് വീട്ടിലും. എന്താ ഉണ്ടായത് വെച്ചാൽ നമ്മളിങ്ങനെ പോവുകയെന്ന്, നമ്മൾ സ്നിഫറിൻ്റെ എഗ്ഗ് നോക്കിയിട്ട് ഇങ്ങനെ പോവുകയെന്നല്ലോ. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി പോവുകയെന്ന്. അപ്പോൾ സൈഡിൽ നിന്ന് ഒരു പൊട്ടിത്തെറിയുണ്ട് കേട്ട്. അപ്പോൾ തന്നെ ഞാൻ മരിച്ചും ചെയ്തു. നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ടില്ലേന്ന്, കാരണം നമ്മളെ തൊളത്ത് എലേറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടും പിടിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ടോർച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആ ടോർച്ച് മാറ്റാൻ മറന്നുപോയി. നമ്മൾ രാത്രി ആയിരുന്നല്ലോ പോയത്. പിന്നെ ആ ടൈമിൽ ഞാൻ റെക്കോർഡിങ് ഓഫാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി സ്നിഫറിൻ്റെ എഗ്ഗ് കണ്ടുപിടിക്കാൻ പോലില്ല. ഇനി കുറച്ച് നേരം പോയിട്ട് ഞാൻ നമ്മുടെ മോബ് ഫാമിൽ ഒന്ന് AFK നിൽക്കട്ടെ. നമ്മൾ ഗൺ പൗഡറൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. ഇന്നത്തെ എല്ലാം മൂടും പോയി. അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.